ഈ മാവിൽ ഞാൻ എന്തൊക്കെയാണെന്നറിയോ? കടലപ്പൊടി ഉണ്ട് കേട്ടോ, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേർത്തിട്ടുണ്ട്. കൂടെ ഞാൻ വേറൊരു പൗഡറും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്താണ് ചിക്കൻ കപ്സൊക്കെ ഉണ്ടാക്കില്ലേ, അതിൻ്റെ ആ ഒരു പിന്നെ പൗഡർ ഞാൻ കുറച്ച് ഒന്ന് ചേർത്തിട്ടുണ്ട്. കാരണം ഇത് കടലപ്പൊടി മാത്രം ചേർത്ത് നോക്കിയപ്പോൾ ആ മുളകിൽ ഇതൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനിത് അല്പം ഒന്ന് ചേർത്ത്. എൻ്റെ അടുത്ത് വേറൊരു പൊടിയൊന്നും ഇപ്പോൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് നല്ല അതിൽ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വലിപ്പമുള്ള ബജിമുളകായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ നടുമുറിച്ചിട്ടത്. വലിയ ചട്ടിയിൽ നിറയെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്നാകെ എടുത്തുണ്ടാക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ഇത് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കിയൊന്ന് മാവ് കൊണ്ട് വെറുതെ ഒന്ന് ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല മാവൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.